അസ്സമദുൽ ജബ്ബാർ അൽ-അഹദിൽ ഗഫ്ഫാർ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا بذكر الله تطمئن القلوب صدق الله العلي العظيم ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. ആദരണീയരായ വിധികർത്താക്കളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്വസ്ഥത കെടുത്തുന്ന സമകാലിക സന്ദർഭം, സ്ഥിരതയാർജിച്ച സംഭവ ബഹുലമായ സാമൂഹിക സാഹചര്യം, ഭൂതകാലത്തിന്റെ നഷ്ടബോധത്തിലും വർത്തമാനത്തിന്റെ വിഭ്രാന്തികളിലും ഭാവിയുടെ ആശങ്കകളിലും നെട്ടോട്ടമോടുന്ന കാലഘട്ടം. ഇത്തരം മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സർവ്വപഴുതുകളും ചികഞ്ഞന്വേഷിക്കുന്ന ആധുനിക സമൂഹം അവരുടെ പ്രയാസങ്ങൾക്കും ഹൃദയത്തിന്റെ വേദനകൾക്കും ശമനം നൽകുന്ന ആ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണെന്ന് അവർ തിരിച്ചറിയുന്നു. അതുതന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇവിടെയാണ് ഖുർആൻ ആത്മശാന്തിയുടെ ഉറവിടം എന്ന എൻ്റെ വിഷയം കാലികമാവുന്നത്. സഹോദരങ്ങളെ, ആധുനികതയിൽ മനമടുത്ത മാനവികന്റെ മനസ്സിനോട് അല്ലാഹുവിന്റെ കൽപ്പന, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഓ മനുഷ്യ, ആധുനികതയുടെ അന്ധകാരത്തിൽ കപ്പിത്താനില്ലാതെ ആടിയുലയുന്ന നിന്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ ദൈവിക സ്മരണകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തനിക്കൊരു രക്ഷിതാവുണ്ടെന്നും അവൻ തന്നെ കൈവിടില്ലെന്നും വിശ്വസിക്കുന്ന മനസ്സിൽ നിരാശ പടരുകയില്ല. ഖുർആൻ നിയമങ്ങളുടെയും നിയമനിർമ്മാണങ്ങളുടെയും കേവലം പുസ്തകത്താളുകൾ മാത്രമല്ല, മറിച്ച് ആത്മനിർവൃതിയുടെയും ആയുരാരോഗ്യത്തിന്റെയും സ്പർശങ്ങൾ മനുഷ്യ ജനസ്സുകൾക്ക് പകർന്നു നൽകുന്ന വിശുദ്ധ ഗ്രന്ഥം കൂടിയാണ്. അതുകൊണ്ടാവാം തന്റെ സഹോദരിയുടെ ഇസ്ലാമിക വൃത്തങ്ങളോട് ക്ഷുഭിതനായ ഉമറിന്റെ കോപം ത്വാഹായുടെ മുഴക്കത്തിൽ അലിനില്ലാതായത്. അതുകൊണ്ടാവാം ഖുറൈശികളിലെ സമ്പന്നതക്കും കാവ്യമനോഹാരിതക്കും പേര് കേട്ട വലീദ് ഇബ്നു മുഗീറയുടെ ഇസ്ലാമിക വിദ്വേഷം കെട്ടണഞ്ഞത്. സുഹൃത്തുക്കളെ, സമകാലികതയിൽ സമനില തെറ്റിയ സമൂഹത്തിന് മുമ്പിൽ മാനസിക വിദഗ്ധരും സൈക്കോ ലാബുകളും തലകുണിക്കുമ്പോൾ അവരുടെ മാനസിക പ്രയാസങ്ങൾക്ക് ശമനം നൽകാൻ പരിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ പാഠങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ആ തിരിച്ചറിവ് വരും സമൂഹത്തിന് പകർന്നു നൽകാൻ നാം അടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹം സന്നദ്ധരാവണം. നാഥൻ തുണക്കട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.